കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം നറുക്കെടുപ്പിലൂടെ യുഡിഎഫിന് ലഭിച്ചു. കേരള കോൺഗ്രസിലെ നിഷ ഡേവിസ് ആണ് പുതിയ ചെയർപേഴ്സൺ. സിപിഎമ്മിലെ കെ വി തോമസ് കൗൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. LDF ഭരിക്കുന്ന കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലൊന്നാണ് യുഡിഎഫിന് ലഭിച്ചിരിക്കുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി കേരള കോൺഗ്രസിലെ നിഷ ഡേവിസ് തെരഞ്ഞെടുക്കപ്പെട്ടു. പോക്സോ കേസിനെ തുടർന്ന് സിപിഎമ്മിലെ കെ വി തോമസ് രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിലവിൽ 4 അംഗങ്ങളാണുള്ളത്. LDFിലെ എൽദോസ് പോളും UDFിലെ നിഷ ഡേവിസുമാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. LDFിലെ മിനി ബെന്നിയും UDFിലെ AG ജോർജുമാണ് കമ്മിറ്റിയിലെ മറ്റ് 2 അംഗങ്ങൾ. വോട്ടെടുപ്പിൽ 2 സ്ഥാനാർത്ഥികൾക്കും 2 വീതം വോട്ട് ലഭിച്ചതോടെ നറുക്കെടുപ്പ് അനിവാര്യമായി. ഭാഗ്യം തുണച്ചത് നിഷ ഡേവിസിനെ. ഈ കൗൺസിലിന്റെ തുടക്കത്തിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി UDFിന് നൽകാമെന്ന് LDFിന്റെ വാഗ്ദാനമുണ്ടായിരുന്നു. തങ്ങൾ പറയുന്നയാളെ ചെയർപേഴ്സൺ ആക്കണമെന്ന ഉപാധിയുണ്ടായിരുന്നു. ഇത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടെടുത്ത UDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. എന്നാൽ ഭരണത്തിന്റെ അവസാന നാളുകളിൽ CPMന്റെ പക്കൽ നിന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിച്ചെടുക്കാനായത് നേട്ടമായാണ് UDF വിലയിരുത്തുന്നത്. കെ വി തോമസ് രാജിവെച്ചതിനെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ അംഗമായ നിഷ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം സന്തോഷകരമായ അനുഭവത്തിൽ ഈ ഒരു ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൗൺസിൽ UDFിൻ്റെ വലിയൊരു അംഗീകാരം കൂടിയാണ് ഇത് എന്നുള്ളതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിഷ ഈ സ്ഥാനത്തേക്ക് ഇരുത്തുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട നിഷ ഡേവിസിനെ അനുമോദിക്കുന്നതിനായി ചേർന്ന യോഗത്തിൽ AG ജോർജ്, ഷമീർ പനക്കൽ, സിജു എബ്രഹാം, ഷിബു കുര്യാക്കോസ്, ഭാനുമതി രാജു, ലിസി പോൾ, ബബിത മത്തായി, പ്രവീണ ഹരീഷ് എന്നിവർ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.